ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് അനുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാത്രി 12 മണിക്ക് തന്നെ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അനുവിന് ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഒരു ലഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്ക്. ഞങ്ങൾ ഉറങ്ങി എണീച്ച് വരുമ്പോഴേക്കും 11:30-12 മണിയാവും. പിന്നെ കുളിച്ച് റെഡിയായി എല്ലാവരും വരുമ്പോഴേക്കും 4 മണിയാവും. അപ്പോൾ ഏകദേശം 4 മണിക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ, ആഷി, അനുവും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് രേഷ്മേച്ചിനെ പിക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ സ്പെൻഡാവുന്ന രേഷ്മേച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് ചേച്ചിനെ ആ ഏരിയയിൽ ഒന്നും കാണുന്നില്ല. ചേച്ചി നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചേച്ചി ഇല്ല. പിന്നെ നോക്കി അപ്പോൾ ആൾ വിശന്നിട്ടൊരു കടയിൽ കയറി എന്തോ മേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് എന്നൊന്ന് പേടിപ്പിച്ചു. അപ്പോൾ ചേച്ചി അനുവിനെ വിഷ് ചെയ്തു. എന്താ മേടിക്കുന്നത് വെച്ചപ്പോൾ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ബോക്സ് മേടിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒട്ടുമിക്ക സ്റ്റേഷൻസിലും ഇതുപോലെ ഏത് സമയത്ത് ഏത് ട്രെയിൻ ഏത് ബസ് വരും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് സ്പെൻഡ ഒരു മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 5-6 മിനിറ്റിൽ ഞങ്ങൾക്കൊരു ട്രെയിൻ വരാനുണ്ട്. ആ സമയം കൊണ്ട് രേഷ്മേച്ചിയുടെ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഷെയർ ചെയ്ത് മേടിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 4 മണി വരെ വിശന്നിരിക്കാനുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ചേച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചേച്ചി കഴിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ചേച്ചിയുടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൈയിട്ട് വാരി കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ വന്നു. പിന്നെ ട്രെയിനിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് കേട്ടോ. ട്രെയിനിൽ കയറി എല്ലാവരും സീറ്റൊക്കെ ഉറപ്പിച്ചിരുന്നു. ഈ ട്രെയിനിൽ നിന്ന് അത്യാവശ്യം നല്ല പാക്ഡ് ആയിരുന്നു. അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ട് ടീമായിട്ട് അപ്പുറം ഇപ്പുറമാണ് ഇരുന്നത്. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആയിരുന്നു. അപ്പോൾ ഹെയർ ഒട്ടും നന്നായിട്ടല്ല ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുടി ഒന്ന് അഴിച്ചിട്ടിരുന്നു. ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു ഷൂ5 എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ബെർലിനിലെ ബിഗ്ഗസ്റ്റ് ബുഫേ അവിടെയാണ്, അതായത് ഏഷ്യൻ ബുഫേ ഉള്ളത് അവിടെയാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ആഷിയും ഞാനും ഇത് പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട് വേറെ പല സ്ഥലത്ത് പോയിട്ട്. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. രേഷ്മേച്ചി മനുവും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളോർത്ത് ഇത്തവണ അങ്ങോട്ട് തന്നെ പോകാമെന്ന്. പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് വിളിച്ച് ബുക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചത്. കാരണം അത് എപ്പോഴും റഷായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വഴിയിൽ വെച്ച് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു. വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ബുക്ക് ചെയ്തത് നന്നായി, നിങ്ങൾ ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ സീറ്റ് അവൈലബിൾ ആവില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഓസ് ക്രൂസിലേക്ക് വന്നിറങ്ങി. ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ട്രാം കയറണോ ബസ് കയറണോ ഏത് വഴിയാണ് പോകേണ്ടതെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ മാപ്പ് നോക്കിയപ്പോൾ ട്രാമാണ് കണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സാണ് കാണിച്ചത്. അപ്പോൾ നമ്മളോർത്ത് ഓക്കെ ബസ്സാണ് ഫ്രണ്ടിലുള്ളത്, അപ്പോൾ ബസ്സിൽ തന്നെ പോകാം, ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ബസ്സിന് പോവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ഒട്ടും തണുക്കുന്നുണ്ടായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല വെയിലായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമായിരുന്നു. ഞാൻ അപ്പം തന്നെ എടുത്ത് ജാക്കറ്റ് ഇട്ടു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. ആഷി പിന്നെ ഹോട്ട് ഗേൾ ആയതുകൊണ്ട് അവൾക്ക് അങ്ങനെ തണുക്കാറൊന്നുമില്ല. അവൾ ജാക്കറ്റൊന്നും ഇടാറില്ല മാക്സിമം. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. ജസ്റ്റ് ഒരു 2 സ്റ്റോപ്പേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മോളിൻ്റെ ഉള്ളിലായിട്ടാണ് ഷൂ5 ഉള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഒക്കെ പറഞ്ഞ് പലതവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിക്ടോറിയ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ മാളിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലാക്കി ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ഞങ്ങൾ കൺഫേം ആയിട്ടാണ് ഞങ്ങൾ കയറിപ്പോയത് കേട്ടോ. ദ ലാർജസ്റ്റ് ഏഷ്യൻ ബുഫേ ഇൻ ബെർലിൻ, അതാണ് ഷൂ5. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കണേ. പോയിട്ടുണ്ട്, ഇതിന് മുമ്പും ഏഷ്യൻ ഫുഡ് കഴിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്ര ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ലായിരുന്നു. ഞാൻ ശരിക്കും കിടങ്ങി. ഇപ്പം നാട്ടിൽ നമ്മൾ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല. ശരിക്കും നമ്മളോട് ചെന്നപ്പോൾ ഗ്രാൻഡ് ഫീലായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ഈ സ്ഥലം അറിയുന്നത് അക്ക പറഞ്ഞു കേട്ടാണ്. ആദിയുടെയും താരിയുടെയും ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്. പിന്നെ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് പോകുന്നത്. അനുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് വെച്ചാൽ നമ്മൾ അവളെ കൊണ്ട് എല്ലാ ട്രീറ്റും എടുപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. ഒരാൾക്ക് 25 യൂറോ വെച്ചിട്ട് പ്ലസ് ഡ്രിങ്ക്സ് 111 യൂറോ ആണ് ഞങ്ങൾക്ക് ആയത്. ഫുഡ് എടുത്തിട്ട് അതെ, അങ്ങനെ കർഷകൻ കിള പറിക്കാൻ ഇറങ്ങിയ പോലെ ഞങ്ങൾ വരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് അലോ ചെയ്യുന്ന ടൈം 3 hours ആണ്. ആ 3 hours കൊണ്ട് നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും കഴിക്കാൻ ലൈവായിട്ട് അവർ ഉണ്ടാക്കിയും തരും. അപ്പോൾ ആദ്യം തന്നെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ചെന്നൊന്നും പറഞ്ഞാൽ പോരാ, കുറച്ചധികം സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം സൂപ്പിൽ നിന്നാണ് തുടങ്ങിയത്. എനിക്ക് സൂപ്പ് പൊതുവേ ഇഷ്ടമാണ്. പക്ഷേ ഇത് സീ ഫുഡ് സൂപ്പായിരുന്നു. ഞാൻ അവിടെ എഴുതി വെച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എന്നാലും ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രോൺസ് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടി. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റാർട്ടേഴ്സിൻ്റെ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഞാൻ സ്പ്രിംഗ് റോള് പിന്നെ പൊട്ടറ്റോൻ്റെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതുപോലെ കലമാരി റിങ്സ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഈ പൊട്ടറ്റോൻ്റെ സാധനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വെജിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു. നെക്സ്റ്റ് ചിക്കൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്തു. ഇത് ചിക്കൻ്റെ എന്തോ ഒരു സ്റ്റാർട്ടറായിരുന്നു, അതും ഞാൻ എടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു സ്വീറ്റ് പൊട്ടറ്റോൻ്റെ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, ഇത് നൈസായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ് വിത്ത് കുറച്ച് സോസും കാര്യങ്ങളും. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഇവരൊക്കെ ഓൾറെഡി വന്നിരുന്ന് ഫുഡ് അടി തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റ് വെച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്ലേറ്റ് കണ്ട് ആരും പേടിക്കണ്ട, 25 യൂറോ ആണെന്നുള്ളൊരു മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കഴിക്കുന്നത് കേട്ടോ. പൊതുവേ ഞാൻ ഈ ഒരു ഏഷ്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് ഇതിൻ്റെ മെയിൻ കോഴ്സ്. സോ എനിക്ക് നല്ല രീതിക്ക് അറിയാം ഞാൻ എൻ്റെ സ്റ്റാർട്ടറും പിന്നെ സ്വീറ്റ്സ് ആ ഒരു സെക്ഷനും മാത്രമേ ഞാൻ നന്നായിട്ട് കഴിക്കുള്ളൂ എന്നുള്ളത്. സോ ഞാൻ സ്റ്റാർട്ടേഴ്സ് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ചിക്കൻ നഗറ്റ്സും പിന്നെ ഫ്രൈസും, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടറ്റോൻ്റെ സാധനമാണ്, അത് നല്ലതായിരുന്നു. ഉള്ളിൽ മാഷ്ഡ് ആയിട്ടുള്ള പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ. ഇവർ മൂന്നുപേരും വളരെ ഫാസ്റ്റായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു, എന്നെക്കാളും വളരെ സ്പീഡിലാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഞാൻ മെയിൻ കോഴ്സ് എടുക്കാനായിട്ട് പോയി. ഇത് എനിക്ക് അത്ര പ്രിയപ്പെട്ട ഒരു സ്ഥലമല്ല മെയിൻ കോഴ്സ്, എന്നാലും എനിക്ക് ചില്ലി ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതേ ഉള്ളൂ. പിന്നെ ചില്ലി ബീഫ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡക്ക് കിട്ടും, എനിക്ക് ഡക്കിൻ്റെ ഐറ്റംസ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ്, ഇവിടുത്തെ ഫ്രൈഡ് റൈസ് അത്ര ഗുഡല്ല, ബിക്കോസ് ഇതെന്തോ ജാസ്മിൻ റൈസിലുണ്ടാക്കിയാണ്. കുറച്ച് നൂഡിൽസ്, ഇത്രയാണ് ഞാൻ എടുത്ത മെയിൻ കോഴ്സ് കണ്ടത്. ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചില്ലി ചിക്കൻ നല്ലതാണെന്ന് പറഞ്ഞ പിന്നെ ചേച്ചി ആശയും കൂടെ കണ്ടുപിടിക്കായിരുന്നു ഇതിനകത്ത് ഏതാണ് ചില്ലി ചിക്കൻ, കാരണം എല്ലാം കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും. ബേസിക്കലി ഇത്രേ ഉള്ളൂ, സാധാ കുറേ സോസിൻ്റെ കൂടെ എല്ലാ വെജീസ് അല്ലെങ്കിൽ ചിക്കൻ, മീറ്റ്, ബ്രൊക്കോളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുക. ഇതാണ് മോസ്റ്റ്ലി അവിടുത്തെ എല്ലാ കറികളും, അല്ലാണ്ട് ഒരു ഡിഫറൻസ് ഒന്നും അവിടെ ഇല്ല. പിന്നെ ഒരു മഷ്റൂമിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതും ഒക്കെ കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ആയപ്പോൾ തന്നെ എൻ്റെ വയറ് ഏകദേശം നിറഞ്ഞാൽ പുറത്ത് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന്. ഈ ഒരു ഗ്രേപ്സ് പുറത്ത് വാങ്ങിക്കുമ്പോൾ ഒരു പാക്കറ്റിന് 6 യൂറോ 7 യൂറോ ഒക്കെയാണ്. അത് ഞാൻ നല്ലപോലെ അവിടെ ചെന്ന് മുതലാക്കി, ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നിയേ, കുറേ വാട്ടർ കണ്ടൻറ്റ് കഴിച്ച പോലെ. അതിന് ശേഷം ഞാൻ പോയിട്ട് ഐസ്ക്രീമും എടുത്തു. ഞാനിതൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ മെയിൻ കോഴ്സ് 2ഉം 3ഉം ടൈമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കുറച്ചീച്ച എടുത്തിട്ട്. അപ്പം ഞാൻ ഐസ്ക്രീം എടുത്തു, നല്ല അടിപൊളി വാനില ഐസ്ക്രീമും മാംഗോ ഐസ്ക്രീമും ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഇത്രയും അടിപൊളി മാംഗോ ഐസ്ക്രീം കഴിക്കണം. പൊതുവേ മാംഗോ ഐസ്ക്രീമൊക്കെ ഇവിടെ പുളിയാണ് ഉണ്ടാകുന്നത്, പക്ഷേ ഇത് സൂപ്പർ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. മെയിൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സ്പീഡായിട്ടാണ് ഡെസേർട്ട് വരെ എത്തിയത്. അപ്പോൾ ഇവരിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നത് ഇതെങ്ങനെ കഴിച്ചു തീർത്തെന്ന് ആലോചിച്ചിട്ട് ഇവരൊക്കെ കിളി പോയി ഇരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ എല്ലാവരെയും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു പോയി ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫുഡ് വേസ്റ്റ് ചെയ്താൽ 20 യൂറോ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ രേഷ്മേച്ചിനെ കൊണ്ട് കഷ്ടപ്പെട്ട് എല്ലാം തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് അനുവിൻ്റെ ഡെസേർട്ട് പ്ലേറ്റ് ആണ്. അവൾ റൈസ് കഴിച്ചില്ലെന്ന് പറഞ്ഞ് കുറച്ച് റൈസ് എടുത്ത് സൈഡിൽ വെച്ചെന്നേ ഉള്ളൂ. ഇത് ജെല്ലിയാണ്, ആദ്യം താരം ഉണ്ടാക്കി ഞാൻ ഈ ജെല്ലി കഴിച്ചിട്ടുണ്ട്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഒരു സ്വീറ്റ്നെസ്സും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അനുവിനും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആഷിക്ക് ഈ വക സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അവൾ ഓക്കെ കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയണ്ടേ, രേഷ്മേജിയും കുഴപ്പമില്ലെന്നുണ്ട്. പക്ഷേ പച്ചയും റെഡും വലിയ ഒരു ഇതുണ്ടായില്ല. എൻ്റെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. പിന്നെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കൊക്കെ പോയതുകൊണ്ട് ഞാൻ വാഷൊക്കെ ചെയ്ത് വന്നൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ്. ഇവരൊക്കെ എന്നോട് ചോദിക്കുകയായിരുന്നു നിനക്ക് എങ്ങനെ തോന്നുന്നു ഞങ്ങളോട് ഇത് ചെയ്യാനായിട്ട്, വെയിറ്റ് ചെയ്യുമെന്ന് പറയായിരുന്നു. അങ്ങനെ ഒരു മാസീവ് ഫുഡ് അടിയും കഴിഞ്ഞ് 3 മണിക്കൂർ അവിടെ ഇരുന്നും കിടന്നും ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി വയറിൽ 1 ഇഞ്ച് സ്ഥലം ഇല്ലാണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. ഒരു ഫണ്ണായിട്ടുള്ള നല്ലൊരു ഡേ ആയിരുന്നു. ഒരുപാട് നാളിന് ശേഷമാണ് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് രേഷ്മേച്ചിയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.